ഹലോ ഫ്രണ്ട്സ്, അഭിവൈഫ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കുറേ നമ്മൾ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ പുതിയ ജോബും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇടാതിരുന്നത്. അപ്പോൾ നമ്മളിന്ന് ഫാമിലി ആയിട്ട് അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. പഞ്ചവടിയിലുള്ള ഫാം വില്ല കാണാൻ വേണ്ടി വന്നിട്ടാണ്. ഒരുപാട് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ഒക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് നമ്മൾ നേരിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതും വിത്ത് ഫാമിലി, കിഡ്സ് ഉൾപ്പെടെ എല്ലാവരും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കയറി എൻട്രൻസ് ഒരാൾക്ക് വരുന്നത് 100 രൂപയാണ് വരുന്നത്. ഫസ്റ്റ് കയറി വന്ന പാടനതാ നല്ല അടിപൊളി ഒരു ഒട്ടകത്തിനെയാണ് കാണുന്നത്. അതും നമുക്ക് ഒട്ടകത്തിനെ അവിടെ ഫീഡ് ചെയ്യാം. അവിടെ ഒരു പയ്യൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അതിന് ഫീഡ് ചെയ്യാനുള്ള ഇലകളൊക്കെ തന്നപ്പോൾ അതൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫീഡ് ചെയ്ത് യാറ ബേബിയും സീഷു ബേബിയും എല്ലാവരും ഫീഡ് ചെയ്തിട്ട് എല്ലാവർക്കും ഒരു സംഭവം നല്ലൊരു കൗതുകമാണ്. തൊട്ടടുത്ത് നമ്മൾ എത്ര അടുത്ത് അത് ഫീഡ് ചെയ്യാൻ ഒട്ടകത്തിനൊക്കെ കാണുമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫീഡ് ചെയ്ത് പാവ ഒട്ടകം ആരുടെ അടുത്തേക്ക് തല നീട്ടണം എന്നുള്ള കൺഫ്യൂഷനിലായി ലാസ്റ്റ് ഇട്ടാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് ഇതാ കുതിരനെ കണ്ടിട്ട്. അത് ഒത്തിരി ഹൈറ്റ് ഇല്ലാത്ത കുതിര, നല്ല രസമുണ്ട് ആ കുതിരനെ കാണാൻ. ഒട്ടും ഹൈറ്റില്ല, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, ആളൊട്ട് ഹൈറ്റ് ഇല്ല കേട്ടോ. ആ ടൈപ്പ് കുതിരനെയാണ് കണ്ടത് അവിടെ. നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അവർക്കുള്ള ഒരു ഹട്ട് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കണം നോക്കിയാൽ നല്ല രസമുണ്ടല്ലോ. അവരൊരു വീട് തന്നെ പറയാം. പിന്നെ അടുത്തത് അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കാളക്കുട്ടനെയാണ് കണ്ടത്. അതും ഒട്ടും ഹൈറ്റില്ലാത്തൊരു കാള, പുറത്ത് നല്ല കൂനും കാര്യങ്ങളും നല്ലൊരു കുറിയൊക്കെ തൊട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷെ ആളിത്തിരി ഡേഞ്ചറാണ് തോന്നുന്നത്. കാരണം 4 ഭാഗത്തുനിന്ന് വലിച്ച് മുറുക്കി കെട്ടിയിട്ടുണ്ട് ആളെ. അപ്പോൾ പിന്നെ അതിനെ തൊടണം എല്ലാവർക്കും. കെട്ടിയത് കൊണ്ട് കുഴപ്പമില്ല, പിന്നെ ആളിത്തിരി ഡേഞ്ചറാവുന്നുണ്ടെങ്കിൽ സീഷു ബേബി എല്ലാത്തിനും തൊട്ട് തലോടിയിട്ടൊക്കെ നടക്കുന്നത്. പിന്നെ നമ്മൾ നടക്കുന്ന വഴിയിൽ ചെറിയൊരു പോണ്ട് പോലെ ആക്കിയിട്ട് 2 അരയന്നങ്ങളെ കണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ലുക്കില്ലാത്ത അരയനെന്ന് പറയാം. എനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം ഒരു ബ്ലാക്ക് കളർ അരയനെന്ന് പറയുമ്പോൾ വൈറ്റിൽ ആ ഒരു പ്രൗഢിയോടുകൂടി നിൽക്കണ എനിക്കൊരു രസം ഉണ്ടാവുക, എന്നാലും രസമുണ്ട്. അങ്ങനെ പിന്നെ അതാ നമ്മൾ നടക്കുമ്പോൾ അതടാ ഒരു ആട് വരുന്നു. അത് നമ്മൾ മെസ്സിയുടെ ഇതിൽ കണ്ടില്ല, മെസ്സി ഗോട്ട് എന്നാണ് അതിന് പറയുക. അപ്പം മെസ്സി ഗോട്ട് നല്ല സുന്ദരനായിട്ട് നമ്മളെടുത്ത് കൂടെ ഒക്കെ നടക്കുന്നുണ്ടാവും. അറബിബി അതിനെ കണ്ടപാട് ഓടിപ്പോയി പിടിക്കും. പക്ഷേ എൻ്റെ കൊമ്പ് കണ്ടപ്പോൾ ഇത്തിരി ഡേഞ്ചർ. അപ്പോൾ ഇച്ചിരി വൈലൻ്റായി ഇപ്പം പോയി ഓടിപ്പോയിട്ട് ഉമ്മാക്ക് കുറച്ച് ചീത്തൊക്കെ ഇട്ട് അങ്ങനെ കുട്ടി പോയിട്ട് കൊമ്പ് പിടിക്കും. പക്ഷെ ആള് വെറും സാധു. കുട്ടികളൊക്കെ കണ്ട തൊട്ടടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോസൊക്കെ എടുക്കുക. അപ്പോൾ യാറബേബിയും പോയി തൊട്ട്. പക്ഷേ യാറബേബിയുടെ ഒരു കൈ ഉമ്മ പിടിച്ച് വെച്ചിട്ടാണ്. കാരണം അവൾ പോയിട്ട് ഞാൻ എന്തെങ്കിലും കാട്ടില്ല. പിന്നെ അത് ഒട്ടും ഹൈറ്റില്ലാത്ത ആട്, ഇതിനെയും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ വേറൊരു മെസ്സി കോട്ടും കൊണ്ട്, പക്ഷേ അതിനൊട്ടും വൃത്തിയില്ല കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനെ. കാരണം ഫുള്ള് ചെളിയും കാര്യങ്ങളും. പിന്നെ കൊമ്പ് ഒന്നും കൂടെ വളർന്നു തിരിഞ്ഞുള്ള കൊമ്പ് ഇത്തിരി ഡേഞ്ചർ ആവുന്നതാണ് ആ കൂട്ടിലിട്ടിട്ടുള്ളത്. പിന്നെ അടുത്തത് വേണ്ട എമു. ഇത് സംഭവം നല്ല രസമാണ്. തലയിൽ ഫുഡ് വെച്ചാൽ നമ്മളെ തല കൊത്താതെ മൂപ്പരാൾ ഫുഡ് മാത്രം എടുക്കും. അങ്ങനെ സീഷു ബേബിയുടെ തലയിൽ ഫുഡ് വെച്ചിട്ട് അങ്ങനെ കൊത്തിയിട്ട്. അപ്പോൾ യാറ ബേബിക്ക് വെക്കണം, പിന്നെ എല്ലാവർക്കും വെക്കണം. എന്നോട് കുറേ പറഞ്ഞാൽ ചെക്കൻ, ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. കയ്യിൽ കൊടുക്കാൻ അവൻ സമ്മതിക്കുന്നത്. അവൻ തലയിൽ വെച്ചിട്ട് അവരെ കൊണ്ട് കൊത്തിപ്പിക്കട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ എല്ലാവരും തലയിൽ ഫുഡ് വെക്കുന്ന തിരക്കായിരുന്നിട്ട്. അങ്ങനെ നമ്മൾ കൺഫ്യൂഷനിൽ ആർക്ക് വെക്കണം അങ്ങനെ വെക്കണം ഭയങ്കര ചർച്ചാ വിഷയപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ തലയിൽ വെക്കുകൊണ്ട് ആളും ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഫുഡ് കൊടുക്കണ കൊത്തി തിന്നിട്ട് നല്ല രസമുണ്ട് കാണണമെന്ന് കണ്ടു നോക്കിയിട്ട് എല്ലാവരും. അങ്ങനെ പിന്നെ നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും തലയിൽ വെച്ചിട്ട് ഫുഡ് അതിനെ കൊണ്ട് കൊത്തിയെടുപ്പിച്ചിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ കുറേ താറാവ്, അരയന്നങ്ങൾ അവരൊക്കെ ഇങ്ങനെ ഓരോ സെക്ഷൻ കൂടാക്കിയിട്ട് അവർക്ക് ചെറിയൊരു പോണ്ട് പോലെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനിട്ട്. കാരണം അവർക്ക് അതിൽ വെള്ളം കുടിക്കുകയും ചെയ്യുക, നീന്തി കളിക്കുകയും ചെയ്യുക, അങ്ങനത്തെ സംഭവമായിട്ട് ചെറിയ ഹട്ട് പോലെ ചെറിയൊരു വീട് പോലെ ആക്കിയിരിക്കുന്നത് കണ്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നി. നല്ല രസമുണ്ടായിരുന്നു കാണാനിട്ടാം. ഈ രണ്ടെണ്ണം ജോഡിയാക്കിയിട്ടാണ് അവർ ഇട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നടന്ന് വരുമ്പോൾ അതാ കുറേ മുയലുകളും. ഈ ഫസ്റ്റത്തെ സെക്ഷൻ ഓഫ് മുയലിനെ കാണാൻ നല്ല രസം. കാരണം അവർ ചെവി ഇങ്ങനെ ഇറങ്ങിയിട്ട് അത്യാവശ്യം ലെങ്ത്തിൽ
ചെവിയാണ് കുഞ്ഞ സാധനമാണ് കേട്ടോ. പിന്നെ അത് സാധാ മുയലൊക്കെ അതാ അങ്ങനെ കുറേ മുയലുകളെ കണ്ട്. യാറ ബേബി നല്ല ഹാപ്പിയിലായിരുന്നിട്ട് മുയലിനാണ്ട്. അപ്പോൾ മുയൽ വെച്ചാൽ അവൾക്ക് അത്രയും ജീവനാണ്. മുന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുയലിനെ കണ്ടവൾ പിന്നാലെ പോകണമെന്ന് തുടങ്ങുമൊക്കെ. പിന്നെ എന്താ ഇതൊരു സംഭവം, ഇതെന്തോ ഇതെന്ന് വെച്ചാൽ ക്യാപ്പ് ബെറിൻ ഗൂസ്, അതായത് ഒറിജിനൽ ഓസ്ട്രേലിയയിലത്തെ ഒരു സംഭവമാണ്. അതിന് ഒറ്റക്കാണ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതേ ഉണ്ടടാ കുറച്ച് കോഴി പോലത്തെ സംഭവം ഫുള്ള് ബൂട്ടായിട്ട്, അതായത് ഫുള്ള് തൂവലായിട്ട്, കാലുൾപ്പെടെ കണ്ണുൾപ്പെടെ കാണാനില്ല അതിൻ്റെ, അങ്ങനെ ഫുള്ള് തൂവലായിട്ടുള്ള പല കളറിൽ നിറത്തിൽ കളർ ചെയ്ത് കേട്ടോ അതിന് നമുക്ക് കൈയിൻ്റെ അടിയിൽ വെച്ച് തരും. ആ ചെക്കനാണെങ്കിൽ ഇതിന് വെക്കണമായിട്ട് എല്ലാവരുടെ അടുത്തേക്ക് നടക്കട്ടെ. ഞാൻ പറഞ്ഞു എനിക്ക് വെക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേർ സെക്ഷൻസൊക്കെ അത് വെക്കുന്നത് കണ്ടില്ല ഞങ്ങൾ. കുറേ പേര് ഇത് കാണുന്നത് കുട്ടികൾക്കാണ് കൂടുതൽ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള. എന്തായാലും നമ്മൾ ഈ ഫാം വില്ല കാണാൻ വന്നതിലിട്ടാ സീഷു ബേബി കുറേ നേരമായി കൈ കാട്ടി നിൽക്കുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ആ ചക്കരെ വിളിച്ചിട്ടാണ് സീഷു ബേബിക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ സീഷു ബേബിനോട് അവർ പറയുന്നുണ്ട് അതുപോലെ കൈ വെച്ചിട്ട്. സീഷു ബേബി കണ്ട ഒരു പേടിയെന്ന് അറിയണമില്ല. അതിൻ്റെ കണ്ണ് പോലും കാണുന്നുണ്ട്, കണ്ണിൻ്റെ അവിടെ ഒക്കെ ഫുള്ള് തൊപ്പ വന്ന് നിറഞ്ഞിക്കേട്ടാ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സീഷു ബേബി കുറേ നേരം അതിനെ പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്തിട്ടാ. അങ്ങനെ സീഷു ബേബിയുടെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കയ്യിൽ വെക്കലായിട്ടാ. കയ്യിലെല്ലാവരും വെച്ച് ഉമ്മാക്ക് വെക്കണം എന്ന് പറയുമ്പോൾ വെച്ചത് ആദ്യം റെഡി ആയില്ല. പിന്നെ ആ ചെക്കൻ വന്നിട്ട് വെച്ച് കൊടുക്കുക ചെയ്തത്. യാറ ബേബി കൈ കാട്ടി നിൽക്കുന്നുണ്ട്, പക്ഷേ യാറ ബേബിയുടെ കയ്യിൽ ഞങ്ങൾ കൊടുത്തില്ല. യാറ ബേബിയുടെ കയ്യിൽ നേരെ താഴത്തേക്കാണ് ആ സാധനം വീഴ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചില്ല. റസ്താത്ത വെച്ച് റസ്താത്തോടൊക്കെ സന്തോഷം കണ്ടില്ലേ. പിന്നെ അതാ കുറേ ടൈപ്പ് പൂച്ചകൾ നല്ല രസമുണ്ട് കാണാൻ. പേർഷ്യൻ കേറ്റ് അങ്ങനെ കുറേ ടൈപ്പ് പൂച്ചകളെ കണ്ടിട്ട് നമ്മൾ. പിന്നെ ഒട്ടും ദേഹത്ത് രോമമില്ലാത്ത ടൈപ്പ് പൂച്ചകളും ഉണ്ട് കേട്ടോ. അതിനൊക്കെ പേരവർ പറഞ്ഞു തന്നു. ഇതെന്ത് ടൈപ്പാന്ന് പേര് എനിക്ക് വലിയൊരു ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ ഇതിനൊക്കെ പേരെന്താണെന്നുള്ളത്. അങ്ങനെ കണ്ട് ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ച് തരും കേട്ടോ. ഇതൊക്കെ നല്ല ഇണക്കുള്ള പൂച്ചകളാണ് കേട്ടോ. അങ്ങനെ പൂച്ചനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിതാ പോകുമ്പോൾ അതാ പിന്നെ അടുത്തത് കുറച്ച് കിളികളാണ് കണ്ടത്. പലതരത്തിലുള്ള കിളികൾ നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കുരങ്ങിനെ കണ്ട്. അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുരങ്ങുകൾ, കുഞ്ഞ മുഖമൊക്കെ ആയിട്ടുള്ള എന്തോ ഒരു ടൈപ്പ് മങ്കീസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ പേരൊക്കെ. സംഭവം നല്ല രസമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി ചാടി നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാനിട്ടാ. പിന്നെ അടുത്ത നമ്മൾ കണ്ടത് 2 ബോക്സിലായിട്ട് 2 സ്കോർപ്പിയോസിന്, അതായത് തേളിനെ കണ്ട്. പിന്നെ അത് നല്ല അടിപൊളി ഒരു 8 കാലി. ഇതൊക്കത്തിന് നമ്മളെ കയ്യിൽ വെച്ച് തരും കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ്. സീഷു ബേബി ആണെങ്കിൽ ഒക്കത്തിന് റെഡി ആയിട്ട് ഇരിക്കരുത്. ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയായി കണ്ടപ്പോൾ. പിന്നെ അത് അവിടെ ഒരു പറക്കുന്ന ടൈപ്പ് അണ്ണാനാണത്. അതിന് നമ്മൾ വളർത്താനൊക്കെ പറ്റിയ ടൈപ്പ് അണ്ണാനുണ്ട്. പിന്നെ അതാ അതിനെ കൈ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ 2 പാമ്പിനെ കണ്ടില്ല നിങ്ങൾ. ആ പാമ്പിനെ നമ്മളെ മേത്തും തോളത്തൊക്കെ വെച്ച് തരും കേട്ടോ. പക്ഷെ ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞിട്ടാ. പിന്നെ അതാ ഡ്രാഗൻ്റെ കുഞ്ഞുങ്ങൾ. പിന്നെ താഴെ കുറേ കുഞ്ഞ് എലി വർഗത്തിൽപ്പെട്ട വേറെ ടൈപ്പ് ഇതാണ്. അത് നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന ടൈപ്പാണ്. അത് ഡ്രാഗൺസ്. ഇത് 2 അവിടെ ഇങ്ങനെ കൂട്ടിലൊക്കെ ആക്കിയിട്ടൊക്കെയാണ്. പിന്നെ അതൊരു എലി പോലത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് എത്ര പോലെ കുട്ടികളാണ് അതിൻ്റെ ചോട്ടിലുള്ളതെന്ന് അറിയോ. ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കാണുന്നുണ്ട്. അതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ട് ഒരു കൂട് ക്രിയേറ്റ് ചെയ്ത്. പിന്നെ അതാ ഈ ഒരു കൂട്ടിൽ കുറേ ഇഗ്വാനയുടെ കുട്ടികളെ കണ്ടിട്ടാണ്. അതൊക്കെ ഇപ്പോൾ വിരിച്ചിറങ്ങിയിട്ടുള്ളൂ തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ കുറേ എന്താ ഗിരിപ്പന്നി അങ്ങനത്തെ ഒരു ടൈപ്പ് സൈസ് ഇതാണിത്. ഒരു എലി പോലത്തെ ടൈപ്പാണ്. നല്ല രസമുണ്ട് അതിനെ കാണാൻ. അത് ഞാൻ വീഡിയോ എടുക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ഓടി നടക്കട്ടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല പറക്കുന്ന ടൈപ്പ് ഒരു എണ്ണാൻ, അതാണ് ആ കിടക്കുന്നത് കേട്ടോ. അതൊരു കൂട്ടായിട്ട് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കുഞ്ഞു കുട്ടികളാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇപ്പോൾ പ്രസവിച്ചിട്ടുള്ള ചെറിയ കുഞ്ഞു കുട്ടികളാണ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊരു കോൺ സ്നേക്ക് പണ്ടൊരു കുഞ്ഞ് സ്നേക്കാണിത്. അത് ഈ വീഡിയോയിൽ കാണുന്ന അത്ര പോലും വലിപ്പമില്ല കേട്ടോ. നല്ല ചെറുതാണത് കണ്ടത്. പിന്നെ അത് കീരിയുടെ വർഗത്തിൽപ്പെട്ട വേറെ സംഭവം. ഇതിനൊക്കെ ഓരോരോ പേരുകളുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ ചിലതിനവിടെ പേര് എഴുതിയിട്ടുണ്ട്, ചിലതിന് പേരും എഴുതിയിട്ടില്ല അവരിട്ടാ. പിന്നെ അതാ 2 ടൈപ്പ് മൈനകളെ കണ്ട്. അതൊരു വേറെ ടൈപ്പ് മൈന, അതായത് കളറും ഒക്കത്തിനും വ്യത്യാസമുള്ള നല്ല രസമുണ്ട് അതിൻ്റെ കണ്ണൊക്കെ കാണാനും. പിന്നെ അതാ കുറച്ച് കോഴികൾ, നമ്മളെ കാട്ടുകോഴി എന്നൊക്കെ പറയില്ല, ഒക്കെ വാലിന് നീളമുള്ളത്, പല ഭംഗിയിൽ പല കളറിലുള്ള കോഴികൾ. അങ്ങനത്തെ കോഴികളെ കണ്ട്. പിന്നെ വേറെ ഇതാ കുറേ സംഭവങ്ങൾ ഇവിടെ അതാ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്.
ഇതൊക്കെ എന്താ അമ്മ പറയണ്ടായിരുന്നു, അതൊക്കെ ശരിക്കും കൊത്തുന്ന സംഭവമൊക്കെയാണ് നമ്മളടുത്തൊക്കെ വന്നാലെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് ഇവിടെ ഇഗ്വാനനെ മേത്ത് വെച്ചിട്ടോ. ഒരു പെൺകുട്ടി പേടിച്ചിരിക്കുക, അതിന് മേത്ത് വെക്കണമെന്നുണ്ട്, എന്നാൽ ഭയങ്കര പേടിച്ചിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു പേടിയിട്ട് മേത്തിൽ ഇരുന്നിട്ട് ഞാൻ എന്തെങ്കിലും കാട്ടോ നിൽക്കുള്ളൂ. സീഷു ബേബി ഓടിച്ചാടി നിന്നിട്ട് എനിക്ക് വെക്കണമെന്നുണ്ട്. സീഷു ബേബി ഒറ്റയ്ക്ക് പോയി കയറുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ സീഷു ബേബി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണമൊക്കെ സീഷു ബേബിക്ക് ഒരു പേടി എക്സൈറ്റ്മെൻറ്റ് എന്തൊക്കെയുണ്ട് തോന്നുന്നു. പക്ഷെ നല്ല രസമായിരുന്നിട്ട് അവൻ്റെ അത് കാണാനും. അപ്പം അതിമൊന്ന് മേത്തുനിന്ന് എടുക്കാനേ കൂട്ടാക്കും. ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടാണ് മേത്തുനിന്ന് അതിനെ എടുപ്പിച്ചേട്ടെ. പിന്നെ സക്കീർ മാമ വെച്ച് പിന്നെ യാറക്കുട്ടി ബേളം വെച്ചപ്പോൾ യാറക്കുട്ടിക്ക് പേടി അതിനെ എടുത്തുകൊണ്ടിരുമ്പോൾ അപ്പോൾ ഇപ്പം മേത്ത് വെച്ചിട്ട് യാറാനെ അവിടെ താഴെ നിർത്തിയിട്ട് അപ്പോൾ യാറ അവിടെ സക്കീർ മാമയുടെ മേത്തുള്ള ഇഗ്വാനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പേടിച്ചിട്ട്. പിന്നെ ഒരു ഇഗ്വാനെ അതവിടെ കൂട്ടിലാക്കിയിട്ടുണ്ട് അവർ. പിന്നെ കുറേ ടൈപ്പ് കോഴികൾ, പ്രാവുകൾ, അതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് കേട്ടോ. പിന്നെ അടുത്താണ് കണ്ടത് നമ്മൾ, ഇതും ഒരു ടൈപ്പ് മങ്കി തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതിൻ്റെ വാലിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് വേറൊരു ടൈപ്പ് കളറ്, മുഖത്തും നല്ല രസമുണ്ട്, കുഞ്ഞ മുഖമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അതിനെ കാണാനിട്ടാണ്. അതിനവിടെ പേരൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് മാരനോസ്റ്റ് മങ്കി അങ്ങനെ എന്തോ ഒരു പേരൊക്കെ അതിൽ കാണാനുണ്ട്. അങ്ങനെ അത് 2-3 അതിലുണ്ടായിരുന്നു ആ കൂട്ടിൽ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ കുറേ ലവ് ബേർഡ്സ്, ഫിഞ്ചസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ അതായത് തത്തകൾ 2 നല്ല അടിപൊളി പാരറ്റ് ഇട്ടാ. ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ മേത്തൊക്കെ വെച്ചൊരു ഇപ്പോൾ അവർ ഇത്തിരി ഡേഞ്ചർ ഇതാ തോന്നുന്നത്, കാരണം അവരിപ്പോൾ ഏറ്റവും മേലെ പോയിരിക്കുന്നത്. പിന്നെ അത് അണ്ണാൻ, ഇതൊരു വെറൈറ്റി ടൈപ്പ് അണ്ണാനെ കണ്ട്. പിന്നെ അതാ ഒട്ടക പക്ഷി. ഇയാൾ കുറച്ച് ഡേഞ്ചർ ആവുന്നത്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ആ മണ്ണൊക്കെ ഫുള്ള് ഇളക്കി ഇതാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് ഫുഡ് കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിനാരും ഫുഡ് കൊടുക്കുന്നതും കണ്ടില്ല കേട്ടോ. പിന്നെ അടുത്തത് തത്തക്ക്, നമ്മൾ ആ കുഞ്ഞു ടൈപ്പ് തത്തില്ല, അതിന് ഫീഡ് ചെയ്യാനുള്ള ഒരു സംഭവം. അവിടെ നമുക്ക് ആ ചേച്ചി കയ്യിൽ തീറ്റ എന്നിട്ട് കുറച്ച് പേരായിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാം. നമ്മളെ കയ്യിലൊക്കെ വന്നിരുന്നിട്ട് ഫുള്ളായിട്ട് അവർ വന്നിരുന്ന് ഫുഡൊക്കെ കൊടുക്കട്ടെ. അവർ വന്ന് കൊത്തിയെന്നുള്ളപ്പോൾ സീഷു ബേബിക്ക് ഞാൻ കുറേ തീറ്റ കൊടുത്തു. എനിക്ക് പേടിയായി, ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടാ. ഞാനിതൊക്കെ ഇങ്ങനെ കാണുന്നില്ലാണ്ട് എനിക്ക് സത്യം പറഞ്ഞതൊക്കെ ഒരു പേടിയാണ്. അങ്ങനെ സീഷു ബേബിക്ക് തീറ്റ കൊടുക്കുമ്പോഴൊക്കെ അതൊക്കെ വന്ന് കൊത്തി തിന്നുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ പിന്നെ ഉപ്പ കൊടുത്ത്, യാറ ബേബി ഉണ്ട് കയ്യിൽ, ഉപ്പാൻ്റെ കയ്യിലിട്ടാ. യാറൊക്കെ കൊടുക്കണം എന്നുണ്ട്, പക്ഷേ യാറ കൊടുക്കണില്ലേ, തീറ്റൊക്കെ പിന്നെ താഴെ കളയൊക്കെ ചെയ്തിട്ടാണ്. അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്നും വന്നിട്ട് തത്തകൾ പാവം കൊത്തി തിന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നവർക്കൊക്കെ മതിയായി തോന്നുന്നു, കാരണം എല്ലാവരും കയറുക, ഈ തീറ്റ കയ്യിൽ വെക്കുക, അവർ തീറ്റ കൊത്തി തിന്നുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ അതിനൊക്കെ വിശപ്പ് മാറിയിട്ടുണ്ടാവും, എന്നാലും പാവങ്ങൾ വന്ന് കൊത്തി തിന്നുന്നുണ്ട്. നല്ല രസമായിരുന്നുണ്ട്, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നിട്ടത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ചിറങ്ങിയപ്പോൾ അതാ കുറേ ടൈപ്പ് പ്രാവുകളെ കണ്ടിട്ടാണ്. നല്ല രസമുണ്ട് ആ പ്രാവിനൊക്കെ കാണാനും. അങ്ങനെ അതിനൊക്കെ കണ്ട് പിന്നെ വേറൊരു ടൈപ്പ് വെറും വെള്ള, നമ്മളെ മയിൽപ്രാവ് എന്ന് പറയുമല്ലോ, ഫുള്ള് ഇങ്ങനെ പീരി വിടർത്തിയ ടൈപ്പായിട്ടുള്ള വൈറ്റ്, വെറും വൈറ്റിനെയാണ് ആ കൂട്ടിൽ മൊത്തത്തിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറേ കാട്ടുകോഴി ടൈപ്പ് പല കളറുള്ള പല വെറൈറ്റി കോഴികളെ കണ്ടിട്ട് നമ്മൾ നല്ല രസമുണ്ട് കാണാൻ. ഇവരുടെ കളറും ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതിൽ ഒരാൾ ചാടിപ്പോയിട്ട് ഇതാ കൂടിന് പുറത്തേക്ക് ഉണ്ടാകുക, അവിടുത്തെ അധികൃതർ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആളെ നോക്കിയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ചെറിയൊരു സ്നാക്സ് ഷോപ്പ് ഉണ്ടാകും, അതിനകത്ത് തന്നെയാണ് ഉണ്ടാകും. അപ്പോൾ പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നമ്മളിത് ഇറങ്ങുമ്പോൾ അത്യാവശ്യം ഇരുട്ടി തുടങ്ങിയിട്ടാണ്. മഗ്‌രിബ് വാങ്ങൊക്കെ കൊടുത്ത് ഒരു 6:30-6:45 ആയി നമ്മൾ തിരിച്ചിറങ്ങുമ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മളെ പഞ്ചവടിയിലുള്ള ഫാം വില്ല. അപ്പോൾ ഞാനിതാ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇട്ട വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.